ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഈദ് മുബാറക്. അപ്പോൾ ഇതാണ് ഈദ്. നമ്മൾ നാട്ടിൽ ടെൻഷൻ അടിക്കണ്ട, ഇൻഷാല്ലാ അടുത്ത കൊല്ലം നമുക്ക് നമുക്ക് ബേജാറുണ്ട്. ഹോം സ്റ്റേ സേഫ് അല്ല, ഒരു ബേജാറുണ്ട്. നമ്മളിപ്പോൾ അനുസ്കരിച്ചിട്ട് അവിടെ വന്ന് ഫുഡെല്ലാം വെച്ച് ഇപ്പോൾ നമ്മൾ പോകുന്നുള്ള വണ്ടി എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ജാബി ഫുള്ള് ഏതോ നമ്മളെ അടുത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ടോൾ ഗേറ്റുകൾ പാസ്സാണ്. ടോളെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഈ ബ്ലൂ ലൈന് ഹൈപ്പാസ് ടോള്, മറ്റത് പെയ്ഡാണ്. നമ്മളിപ്പോൾ ഹൈപ്പാസ് ചെയ്ത് വണ്ടിയിലൂടെ ഫ്രണ്ടിൽ അത് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റാണ്. നമ്മളുള്ള സ്പീഡിൽ തന്നെ പോകാൻ കുറയ്ക്കണമെന്ന് സ്പീഡൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പോകുന്നത് 120 സ്പീഡിലാണ്. ടോൾ കംപ്ലീറ്റ് ആയെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഹണിവെൽ 2020 വെർഷനാണ് ഈ സംഭവം. അപ്പോൾ റെസ്റ്റ് ഏറിയാൽ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കോഫിയൊക്കെ കുടിച്ച് യാത്ര കണ്ടിന്യൂ ആണ്. ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഒരു ക്രാംപ്ലിംഗ് എന്ന് പറയും ഇവിടെ കൊറിയയിൽ. പെൻഷൻ മാതിരിയാണ്, നമുക്കവിടെ എൻജോയ് ചെയ്യാനുള്ള ക്യാമ്പിങ്ങിനും എല്ലാ ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതുമാതിരി റെസ്റ്റ് ഏരിയ കൊറിയയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു യാത്ര ചെയ്ത് വരുന്ന ഇങ്ങനെ ടയേർഡ് ആയതിനു ശേഷം നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫ്രീ ആണ്. ടോയ്ലറ്റ് പിന്നെ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. എടാ പർച്ചേസ് ആയില്ലേ ഇവിടാ? ആ അച്യുതാ ക്യാമറ കൊണ്ട്. അച്ഛൻ്റെ ഇത് A7 Mark 3 അല്ല, അച്ഛൻ Mark 3 അല്ലേ ഗോപ്രോയുടെ. ആ ഇപ്പോൾ റെസ്റ്റ് ഏരിയയിൽ സ്മൂത്ത് ഓർഡർ ആക്കാനാണ് പ്ലാൻ. വേറെ എന്ത് ഓർഡർ ആക്കാണ്ട പ്ലാന്? ഇതുപോലത്തെ പല റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് ഇവിടെ. ക്യാബ് എത്ര കിലോമീറ്ററില്ല? 20 കിലോമീറ്ററാ? നമ്മൾ ഏകദേശം എത്ര മണിക്കുള്ള ദൂരം? 10 അരമണിക്കൂറിൽ എടുക്കലല്ലേ ഇവിടെ? പെണ്ണ് കിട്ടിയിട്ടാ? പെണ്ണിട്ടില്ല, ജ്യൂസ് കിട്ടിയില്ല. ഗുഡ് ബൈ. നമ്മളങ്ങനെ അവസാനതാ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നത്. ക്യാമ്പിംഗ് ആണ്. 10-20 പിള്ളേരുണ്ട്. 3-4 കാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റിസർവേഷൻ ചെയ്തിന് 20 ആൾക്കാർ ഉണ്ടായതുകൊണ്ട് കുറച്ച് കൺഫ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാജോഷിനെ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഇതാ ഇമ്രാനുണ്ട്, നവീദ് ഉണ്ട്. നവീദ അച്ചു എന്തിനാ ഇത്? അച്ചു ഇത് ചക്ക പറിക്കാന്നേ? ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നോക്കൂ. എന്തിനാ കുട്ടേക്ക് വിട്ട് രാത്രി ഒന്ന് സൗണ്ട് എടുക്കാൻ പറഞ്ഞാൽ നമ്മളതാ ഇതാണ് ഇവിടുത്തെ റിസർവേഷൻ. നമ്മൾ ശരിക്കും ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം നമുക്കിവിടെ റൂമുള്ളൂ. പിന്നെ ഇവിടെ ബാർബിക്യൂക്കുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്.
കളവൻ 안녕하세요 ജോഷി അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളുടെ ഫ്രണ്ട്സ് ഏകദേശം എത്ര ആളുണ്ട്? 20 ആളുണ്ട്. അപ്പോൾ ഇന്ന് മുമ്പ് ഇവിടെ വന്നിരുന്നു. 4 പേരാണ് വന്നത്. ഇവർക്കെല്ലാം അങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം. അച്ഛൻ്റെ സെക്കൻഡ് വിസിറ്റ് അല്ലേ ഇതല്ലേ? എൻ്റെ സെക്കൻഡ് വിസിറ്റ്. അപ്പോൾ അച്ഛനാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. ആദ്യം റൂം എടുത്തത് ഇവിടെയാണ്. ഇതുപോലത്തെ അറിയില്ല ടെൻറ്റില് ഒന്നില് ഇത് ഇതുപോലത്തെ ടെൻറ്റിൽ മാക്സിമം 2 ആൾക്കല്ലേ? നമ്മളിപ്പോൾ എടുത്ത പ്രീമിയം അല്ല മാക്സിമം 4 ആൾക്ക്. അതിൽ 2 ആളെ ആഡ് ആക്കിയിട്ട് ടോട്ടൽ 4 ആൾ. 4 ആളല്ലേ? പിന്നെ ഒരു അഡീഷണൽ നമുക്ക് ബാർബിക്യൂക്കുള്ള ഇതെന്താ സംഭവം? ഇതെന്ത് ഈ സൈഡുള്ള ഇത് മറ്റേ ഇവരെ എക്സ്ട്രാ ആൾക്കാർ വന്നെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം മാത്രമേ കൊടുക്കൂ. ഓക്കെ ഡേ മാത്രമല്ല. അപ്പോൾ ഇമാതിരി ക്യാമ്പിംഗ് ആണ് നമുക്കിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാഴ്ചകളെ കാണിക്കാം. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ബാർബിക്യൂക്കുള്ള മരവും പിന്നെ ഫയറിനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. നമ്മൾ ശരി ഇപ്പോൾ ടോട്ടലിപ്പോൾ 5 ടെൻറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതെന്താ നമ്മൾ അവസാനം നമ്മളുടെ വാസസ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ദേശാടന പക്ഷി വാസസ്ഥലത്ത് വരാനല്ലേ? ബാർബിക്യൂക്കുള്ള ഓപ്ഷന് അകത്തെ കാഴ്ചകൾ ഞാൻ കാണിക്കാം. നമുക്ക് 5 ടെൻറ്റായുണ്ട്. നടുവിൽ 2 കൊറിയക്കാർ താമസിക്കുന്നുണ്ട്. ക്യാമറ മാറി ഓടും. അകത്ത് കയറിയാൽ ഒരു ചെറിയൊരു ഊഞ്ഞാല, പിന്നെ എയർകോണൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പും, പിന്നെ നമുക്ക് ലോക്കറും, ഒരു പോർട്ടബിൾ ഗ്യാസ്, ഫ്രിഡ്ജ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ മിക്കവാറും ബെഡ്റൂം മുകളിൽ കയറി നോക്കേണ്ടി വരും. പിന്നെ നമ്മളെ ടെൻറ്റിനകത്തതാ ഫയർ സെൻസർ, ചെറിയൊരു ബാഗുണ്ട്. പിന്നെ ഇതാണിതാ നമ്മളെ കിച്ചണിലേക്ക് കൊണ്ട് ബാർബിക്യൂ കൊണ്ട് എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. പിന്നെ 2ാമത്തെ ഷെൽഫിൽ പാത്രം ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 3ാമത്തെ ഷെൽഫ് എനിക്ക് ആയിരിക്കും. അല്ല 3ാമത്തെ ഷെൽഫ് ഇതാ കുക്കർ ഇതൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു ഫ്രിഡ്ജ് അത് എംറ്റി ആയിരിക്കും. നമുക്ക് കോള ഡ്രിങ്ക്സ് ആക്കി വെക്കാനുള്ളൊരു ഓപ്ഷൻ. പിന്നെ ചാർജിങ് പോർട്ട്, ഇഷ്ടംപോലെ ചാർജിങ് പോർട്ടുണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ AC ഒക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞല്ലോ AC ഉണ്ട്. വിൻ്ററിന് ഉപയോഗിക്കാൻ വേറെ ഒരു ഹീറ്ററുണ്ട്. ഇത് വിൻ്ററിന് മാത്രം നമുക്ക് ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. എത്രയോ ഫോണാണ്, എത്ര ഓർമ്മയില്ല. ഗ്യാസ് സ്റ്റൗവാണ്, അത് ഹീറ്ററാണ്. പിന്നെ അത് ടോർച്ച്. പിന്നെ ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഫയർ സെൻസർ ഉണ്ട്. പിന്നെ അകത്തും കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ക്യാബിനകത്ത്. മതി. ബെഡ്റൂം ഇങ്ങനെ നമുക്ക് ജസ്റ്റ് നോക്കാം. അയ്യോ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, അന്ന് കയറുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. ഇതാണ് ബെഡ്റൂം. ഒരു 4 പേർക്ക് കിടക്കാൻ പറ്റും, ഫ്ലാറ്റിനായതുകൊണ്ട്. അടിപൊളി സെറ്റപ്പ് കേട്ടോ. കിടക്കാൻ നല്ല സുഖം ഉണ്ടാവും. ഇതാണ് അകത്തെ കാഴ്ച കേട്ടോ. നാലാൾക്ക് വിശാലമായി കിടക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബെഡ് ഇട്ടുണ്ട് കേട്ടോ. ഇത് ഈ ബെഡില്ലേ നമുക്ക് നല്ല ചൂടായി കിട്ടും, അതുകൊണ്ട് നമുക്ക് കിടക്കാൻ നല്ല സുഖമുണ്ടാവും. പിന്നെ 2 ബെഡ് ഇട്ട് നമുക്കിത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ലൈറ്റ് ഒന്ന് വെച്ചിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെ. പിന്നെ നമുക്ക് ചാർജിങ്ങിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഫയർ അലാം ഉണ്ട്. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട് ചെറുത്. ഒരു അരോമ ഫ്രഷ്നർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് ഇവിടെ ഒരു ചാർജറുണ്ട്. നമുക്ക് പിന്നെ ബാഗൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ നൈറ്റിലെ സ്റ്റേ. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല വൈബും ഉണ്ട്. നമുക്ക് ഫയറൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ അയൽവാസി അവിടെ കൊറിയക്കാരാണ്. അവർ ഇതെന്തോ ഇതേപോലെ ബാബിക്കൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. രാവിലെ നമ്മൾ ശരിക്കും കുറച്ച് ലേറ്റായി വരും, കാരണം നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത് വേറൊരു സ്ഥലമായിരുന്നു. അവിടെ 20 ആൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ പുറത്തേക്ക് വണ്ടി ഓടിച്ചു വന്നതാണ്.
ഇത് ഈ ഏരിയ അതായത് ഗപ്പിയോങ് മൊത്തം ഇതുപോലത്തെ ക്യാമ്പിങ്ങും പിന്നെ കപ്പിളിങ്ങും ഇതിനുള്ള ഏരിയ ആണ്. ഇത് നമ്മളൊന്ന് വേണ്ടതാണ് ഗൈസ്, നമ്മളിതാ ഇവിടെ അവസാനം തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ രീതിയിൽ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് കബാബ് പോലെയുള്ള കബാബ് ഐറ്റംസ് ആണ് ആക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, എന്താണ് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ ശീശയുണ്ട്, ഗ്യാസ്, പിന്നെ സിലിണ്ടർ, ഇതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നല്ലേ. മയണൈസ്, യോഗേർട്ട്, ഹമ്മൂസ് മതിയല്ലേ? മതി, മയണൈസ് ധാരാളം പോകുന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോ. ഈ സീഷോ ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് ഈ സിലിണ്ടർ മറ്റേ ഗ്യാസിൻ്റെ സിലിണ്ടർ, അത് സ്പോൺസർ, അതായത് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ കണ്ട ചാർക്കോള്, പിന്നെ ആ നെറ്റ് ഉണ്ട്, ഇത് എല്ലാവർക്കും പുതിയ നെറ്റ്. പിന്നെ അതിനകത്ത് സിലിണ്ടർ ഉണ്ട്, വേറെ ചാർക്കോളുണ്ട്, പിന്നെ എന്തൊക്കെയോ സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ അടിപൊളിയായിരിക്കും. അച്ചു, പ്രീവിയസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എൻ്റെ അവിടുത്തെ? അടിപൊളി. ആ സമയത്തെല്ലാം തണുപ്പുണ്ടായി. വിന്ററിൽ വന്നതാ അല്ലെങ്കിൽ സ്പ്രിങ്ങിനാ? സ്പ്രിംഗ് സീസൺ. സ്പ്രിങ് അല്ലേ, വിന്ററിൽ പുറത്തേക്കാൻ പറ്റില്ല. ചൂടെടുക്കല്ലേ. അപ്പോൾ ഇന്ന് നല്ല ടെമ്പറേച്ചറായി. എത്ര 28അല്ല? ആ, കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടാക്കി ഇതൊക്കെ സെറ്റ് ചെയ്യണം. അല്ല, ഇത് ഇടയ്ക്ക് എടുക്കാല്ലേ. ഊഞ്ഞാലൊക്കെ പുറത്ത് വെച്ച് കസാലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ബാബിക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണ് ചെയ്യുന്നില്ല. ബാബിക്ക് ഇത് എക്സ്ട്രാ മരമാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എക്സ്ട്രാ ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ. അച്ഛത് ആവശ്യമുണ്ടാ? ചൂടല്ല, ഒരു ഫോട്ടോ ഷൂട്ട് വേണ്ടിയിട്ടല്ലേ? അച്ഛൻ ഭയങ്കര ഹാർഡ് വർക്ക്. എന്ത് സംഭവം കത്തുവാ? എന്ത് സാധനം കാണിച്ചാ? സാധനം ജസ്റ്റ് കാണിച്ചാ? ആ, ബ്ലോ ടോർച്ചിൻ്റെ അല്ലേ? ഗ്യാസ് ഭയങ്കര സ്മെൽ ചെയ്യുന്നുണ്ട്. വൈബിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഫയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മളെ ബാബിക്കൊക്കെ വേണ്ടിയിട്ടില്ല അവിടെ മസാലയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റല്ലേ? ഇതിലും എൻ്റെ ചായയാണ് താരം. അപ്പോൾ ജാവി ഇന്ന് വീണ്ടും ചായ. നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ച് വന്ന്. ചാനൽ പോയി നാസ് മരണത്തിരക്കാണ് സൂപ്പർ മാർക്കറ്റിൽ. എന്ത് കഥ? 4 ആളും. അപ്പോൾ ഇവിടെ ചാർക്കോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എടാ മസാലയൊക്കെ ഇടാ നിജു? മസാല എല്ലാം റെഡി. ഇവിടെ ശീശ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കാര്യം പറയുന്നുണ്ട്. ജസ്ലു എന്ത് ചെയ്യുന്നില്ല? ജസ്ലോ ജാവിന്റെ ചായ റെഡിയായ സമയം എത്ര ഇപ്പോ? കറക്റ്റ് 11:10. അതാ ഇവരുടെ ക്യാമ്പിൽ ക്യാമ്പ് ഇത് സെറ്റ് ചെയ്യുന്നു. ഫയർ ചെയ്യുന്നുണ്ട്. നവീദ് മറ്റേ ഇത് ചെയ്യുന്നുണ്ട്. സഫീർ, ഫൈറൂസ്, നമ്മളെ സ്വന്തം സജ്ജാദ്. ജാബിന്റെ ചായ റെഡിയായി. ചായ എങ്ങനെ ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടോ? ഇപ്രാവശ്യം തകർത്തല്ല. അച്ഛാ ഫീഡ്ബാക്ക് ഒക്കെ. ചായ എങ്ങനെ ഉണ്ടാ? ചായ സൂപ്പർ അല്ല? ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു. ചായ എങ്ങനെ ഇപ്രാവശ്യം ജാബിയുടെ? ഒരു രക്ഷയില്ല. ജാബിന്റെ അല്ലേ? ചായയും കൂടി വന്നപ്പോ എന്തോ ഒരു പറയാല്ല. ജാബി, അപ്പോ ചായക്ക് താങ്ക്സ് ജാബി. അപ്പോൾ അടുത്ത ഇവിടെയാണ് നമ്മളെ ഫൈറൂസിൻ്റെ മസാല, അതായത് ബാബിക്യൂക്കുള്ള മസാല റെഡിയാക്കുന്നുള്ള. ഫൈറൂസ് ബാബിക്യൂവിൽ നമ്പർ 1 കേട്ടോ. സൂപ്പർ മസാല ഫൈറൂസിനാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് എന്താ ആഡ് ആക്കിയത്? ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം നാടൻ മസാലയാണ് ഇട്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് പാർസൽ എത്തിച്ച സാധനമാണ്. എന്താ പറയുക, സ്പെഷ്യലായിട്ട് ഇട്ട് പറഞ്ഞാൽ മുളക് പൊടി,
പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കുരുമുളക്, ഗരം മസാല. നിന്റെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഇനി സ്പെഷ്യൽ എന്ന് പറഞ്ഞെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിച്ചു വന്നൊരു സാധനം ഉണ്ട്. അത് സ്പെഷ്യൽ അല്ലേ? അതൊരു സ്പെഷ്യൽ റെസിപ്പി. ഇത് ഏകദേശം തന്നെ ഒരു 2 മണിക്കൂർ മസാല ഇട്ട് വെക്കണം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഫ്രിഡ്ജിൽ വെക്കുന്ന അല്ല ഫ്രിഡ്ജിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. ഇത് പുറത്ത് വെച്ചെങ്കിലാണ് ശരിക്കും ഒരു മസാല കിട്ടല്. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫൈറൂസേ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. എനിക്ക് കുറച്ച് മിനിറ്റുകൾ മാത്രമല്ലേ ഫൈറൂസേ? ഇത് ഭയങ്കര തീ പിടിച്ചല്ലോടാ. അല്ലടാ അവിടെ ഫയർ അലാം ഉണ്ട്, അടിക്കത്. സെറ്റായടാ? ഇതൊന്നും ഇന്നായില്ല പോയി, ഞാൻ പറഞ്ഞിട്ട് അതെല്ലാം ഫുള്ളായ ഷുട്ടാവും. പിന്നെ ഇതിലേക്ക് ഇതെല്ലാം ചിക്കൻ ഫ്രൈ അല്ലേ? റംഷിത ജാവിയുടെ ചായ എൻജോയ് ആക്കുന്നുണ്ട്. ജാവിന് ചായ കണ്ടാ റംഷി? അടിപൊളിയാ? കഴിഞ്ഞ പ്രാവശ്യത്തല്ലോ? അടിപൊളിയല്ലേ? അത് കേട്ടാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ജാവിൻ്റെ ചായ ഭയങ്കര ഫെയിലായിരുന്നു. നമ്മൾ ബാർബിക്യൂ സ്റ്റാർട്ടായല്ലേ? കൂടി ഷാദിൻ്റെ ആദ്യം ബട്ടർ ബാർബിക്യൂ സ്റ്റാർട്ട് ആകുന്നുണ്ട് അല്ലേ? ഫൈറൂസിന്റെ സ്പെഷ്യൽ ബാർബിക്യൂ. പിന്നെ നെക്സ്റ്റ് ലെവൽ റാപ്പ് ചെയ്ത ഫുള്ള് ബട്ടറൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. വ്ളോഗിൽ ആദ്യമായിട്ടാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ വരുന്നത്. ജാബി കഴിഞ്ഞ വർഷം വന്നിട്ടാ ജാബിന്റെ സ്പെഷ്യൽ ചായ അല്ലേ? അപ്പൊ വെക്കുന്നുട്ടാ ചിക്കൻ സ്പെഷ്യൽ തീ വന്നില്ലടാ. തീ നമുക്ക് കുറച്ച് ഫയർ വരാൻ പാടില്ല. രണ്ടും പേര് ഈ പാത്രമല്ലോ ഞമ്മ കൊണ്ടുവന്നതാ അല്ലെങ്കിൽ ഇടുന്നുണ്ടായിരുന്നല്ലേ? എല്ലാം ഇട്ടു ചേട്ടാ. ഞമ്മ ചിക്കൻ മാത്രം കൊണ്ടുവന്നതെ. ചിക്കനും മസാല ചിക്കനും കൊണ്ടുവരണമെന്നില്ല. പിന്നെ ചിക്കൻ ഉണ്ട്, പക്ഷേ ഇവിടുത്തെ കുറച്ച് മുമ്പോട്ട് പോയൊരു മാട്ടുണ്ട്, അവിടെ ചിക്കൻ കിട്ടും. ചിക്കൻ അയാളെ കുറച്ച് കാട്ടിലിറങ്ങി മാനിന് ഇട്ടൂടാ. താറാവുണ്ട്, ആടുണ്ട്. 2 സെറ്റ് ആക്കുന്നതാ. ചിക്കൻ വീഡിയോ ചിക്കൻ ഫോട്ടോ ചിക്കൻ ചാർക്കോളിലടാ. ചാർക്കോളില്ല. ചിക്കൻ ഉണ്ട്. ചിക്കൻ ഉണ്ട്. ചിക്കൻ ഉള്ളിലുണ്ടാ. ഇതെല്ലാം ആസ്വദിച്ച് ഷനല ഒന്ന് പറയണ്ടാ. ഈ ചിക്കന്റെ ചേരുവ ചിക്കൻ പൗഡർ അതാവും നാട്ടിൽ തോന്നുന്ന ചിക്കൻ പൗഡർ. അപ്പോൾ ഇവിടെ ബാർബിക്യൂ ഉണ്ട്. പിന്നെ അപ്പുറത്തെ ടെൻറ്റിലും ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ബാർബിക്യൂ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ തീയായതുകൊണ്ട് തീ കനൽ വരുത്താൻ വേണ്ടി ചാർക്കോൾ ആഡ് ചെയ്തിടാം. ചാർക്കോൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇതിലിട്ടാ. ടെൻറ്റിൽ തൽക്കാലം കുക്ക് ചെയ്യുന്നില്ല. ശരി 3 ടെൻറ്റിൽ കുക്ക് ചെയ്യാനാണ് പ്ലാനിങ്. ടെൻറ്റിൽ ഇപ്പോൾ ജസ്റ്റ് എം ടി അല്ല. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ചാറ്റ് കൊണ്ട് കോളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യട്ടാ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ കുളിക്കാൻ ബാത്റൂമൊക്കെ ഓപ്പൺ ബാത്റൂം, അതായത് പബ്ലിക് ബാത്റൂം. പേഴ്സണൽ ബാത്റൂം ഇല്ല, കുളിക്കാൻ പറ്റില്ല. ബാത്റൂം മാത്രം, അതായത് നമ്മുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ മാത്രം, കുളിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. മൗക്ക സ്പെഷ്യലിസ്റ്റ് നീസു. ഏതാ ഫ്ലേവർ? മിന്റ് ഫ്ലേവറാ? ഓക്കെ. പക്ഷേ അത് ചിക്കൻ റെഡി ആയിടാ. 2 മിനിറ്റാ. ഓൾമോസ്റ്റ് ചിക്കൻ റെഡി ആയിക്കൊണ്ടിട്ടുണ്ട്. ഫൈറൂസിന്റെ മസാലയും ഷാദിന്റെ ഇതും ജസ്ലു പ്ലേറ്റ് ഒക്കെ പിടിച്ച് റെഡി ആകുന്നുണ്ട്. എന്താ ജസ്ലു ചിക്കൻ റെഡി ആയിട്ടിടാ മോനെ? ഫോയിൽ ഇട്ടേക്കുന്നേ. അപ്പൊ സെറ്റ് ചെയ്തോ? സെറ്റ് ചെയ്തോ? വിടുമ്പോ എന്താ കപ്പന്നെ അടച്ചാൽ ഇതുണ്ടോ? അതിനെ കൊണ്ട് അടക്കല്ല, അതേ പ്ലേറ്റിൽ കൊണ്ട് അടക്കാം. 10-15 മിനിറ്റ് ചിക്കന് നമ്മൾ ചെറിയ ഇലാണ് ആക്കുന്നത്. അതുകൊണ്ടാണ്
അപ്പുറത്ത് 2 മിനിറ്റ്. എന്താ അത് വയ്ക്കുന്നത്? ഇത് ഷായത് മസാലയാ? ഉണ്ടല്ലേ? ആ അൽഹംദുലില്ലാ നല്ല ശീശ സെറ്റായാ? അടിപൊളി നല്ല മിന്റ് ഫ്ലേവർ. മിനിറ്റാ ശീശ എടാ ശരീരത്തിന് അനീകരോ അത് ഓർക്കണോ? ഓക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഓക്കെ ബാബിക്ക് റെഡി. ഫസ്റ്റ് സെറ്റ് റെഡി അല്ലേ? ഈ ടെന്റിലെ ഫസ്റ്റ് സെറ്റ് റെഡിയായി. ഇനി അടുത്ത ഫൈറൂസിന്റെ ടെന്റില് ഒന്ന് പോയി നോക്കണോ റെഡി ആയില്ല എന്ന്. ഫൈറൂസിന്റെ റെഡി ആയിക്കോണേ. ഫൈറൂസ് എത്ര മിനിറ്റ് അവിടെ? കൃത്യം പറഞ്ഞ 6-6.5 മിനിറ്റ്. സബ്ബിന്റെ കോഴ്സ് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നുണ്ട് ടൈമിങ്. ഫസ്റ്റ് ടേസ്റ്റ് കൊടുക്കുന്നത് അവള് ജസ്റ്റ് ബ്രോ ജസ്ല ആടുന്ന് കഴിച്ചിട്ട് വന്നേ. അപ്പുറത്തെ ടെന്റ് കഴിച്ചിട്ട് വന്നേ. ലക്ഷ്മണ ഒന്ന് ടേസ്റ്റ് നോക്കിയേ. 40 മല്ലടാ അപ്പുറത്തെ ക്യാമറ ആൾക്കാർക്ക് ഇത് കഴിഞ്ഞിട്ട് തരാം. ഇതിന്ന് റെഡിയാവും മക്കളെ. നമ്മളെ ടീംസാണ് എല്ലാവരും ഉണ്ട്. റംഷി, മുനാഷി, ഷാനേൽ, പിന്നെ നമ്മളെ റാബി എല്ലാവരും ഉണ്ട്. റെഡി ആയിടാ മക്കളെ? റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് ബ്രോ. കുറച്ച് ടൈം എടുക്കും ബ്രോ. 5 മിനിറ്റ് എടുക്കും. 5 മിനിറ്റാ? എന്ത് മിനിറ്റിന് 6.5 മിനിറ്റ് പറഞ്ഞു. 1 മിനിറ്റ് ആയിട്ടാണ് നീ പോയിട്ട്. അല്ല 4 മിനിറ്റ് ആയി. സജാദിന്റെ ബെല്ലി ഡാൻസാ? സ്മോക്കിങ്ങിലാണ്. ശീശക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എടാ ഇവിടുന്ന് ശീശ വരുന്നേ? ഇല്ല അല്ലേ ശീശ? നല്ല മിന്റ് ഫ്ലേവർ. റെഡി ആയിട്ട് ഇൻറ്റാസേ? റെഡി ആയോ? ഇത് ഫുള്ളായി. ഫൈറൂസ 5 മിനിറ്റ് കഴിഞ്ഞ മോനെ. മുമ്പ് തന്നെ വെക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല ലക്ഷ്മണ പൊളി. എന്തിനാ പൊടിക്കാൻ? പോയപ്പോ പൊടിക്കാനല്ല എക്സ്ട്രാ ടേസ്റ്റ്. സൂപ്പറാ സൂപ്പറല്ലേ? സജാദ് പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറം ഒന്നുമില്ല. സജാദ് ലാസ്റ്റ് അല്ലേ? ഒന്നും പറയാനില്ല. നബിത എങ്ങനെയുണ്ടാ? നബിത എങ്ങനെയുണ്ടാ? സൂപ്പറാ. ഏത് സാൾട്ട് മാനാ? ലാസ്റ്റ് ആണ് കേട്ടോ. നീ ശ്രദ്ധയിൽ പെട്ടു ഓർമ്മിക്കണം വീഡിയോ എടുക്കാൻ. മറന്നു മറക്കണ്ട്. നമ്മളെ ഷാദിന്റെ ചിക്കന്റെ ഫീഡ്ബാക്ക് ഒന്ന് നോക്കി ടെസ്റ്റ് ചെയ്ത് പറടാ ഇംതിയാസ. അല്ല നിന്റെ തന്നെയാ? ജസ്ലു എന്താ ഇത് ഫ്രൈ ചെയ്യുന്നേ? ടോട്ടിലല്ലേ? ടോട്ടിൽ റെഡി ആയി. ഗപ്പിയോങ്ങല്ല മോനെ, ഇത് ഗപ്പിയോങ് നടക്കറില്ല. നാട്ടിലെ സ്ഥലം സൂര്യയുടെ രോമാഞ്ചമായ കുക്കിങ്ങിന്റെ അങ്ങനെ അവസാന പാട്ടിലേക്ക് ഇതാ എല്ലാം ഫിനിഷായി. ടോട്ടിലൊക്കെ റെഡിയായി. ഇനി അടുത്ത ഈറ്റിംഗ് അല്ല ഗോയിങ് ടു ഈറ്റ്. സെറ്റാക്കി വെക്കുന്നുണ്ട്. ഷാദിയോട് കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ എടുത്ത് ചിക്കനെല്ലാം ഒന്ന് കുറച്ച് തണുപ്പായുണ്ട്
അവർക്ക് കൊടുത്താൽ കുറച്ച് തണുപ്പില്ല കേട്ടോ, കൂടുതൽ തണുപ്പില്ല. പറയാൻ കുറച്ച് ടൈം. ഇവിടെ ഇപ്പോൾ സെറ്റ് ആയിക്കൊണ്ടിരുന്നുണ്ട്, ഫുഡൊക്കെ റെഡി ആയി. അതേപോലെ ക്യാമ്പ് നമ്മൾ 2 ക്യാമ്പിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 10 പേരായി, ടോട്ടൽ 20 പേരാണ് ഉള്ളത്. മയനൈസ്, ഹമ്മൂസ്, ഇനി ചിക്കനും. അയ്യോ താങ്ക്സ് അച്ഛ, അച്ഛ സെറ്റഡ് അച്ഛ ഹീറോ നമ്മളെ, മാഷാ അല്ലാ. നമ്മളെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചിക്കൻ പീസ് ഓൾമോസ്റ്റ് അടി കഴിഞ്ഞ് കാണില്ല, കൊട്ട് മാത്രമായി യുദ്ധം കഴിഞ്ഞു. ഇവിടെ എല്ലാം കണ്ട് പീസല്ലേ. ക്യാമ്പിലേക്ക് പോയി ഇവിടുത്തെ അവസ്ഥ ഒന്നും അറിയാല. എന്തായാ കഴിഞ്ഞ അടിപൊടി വീടല്ലടാ, ചിക്കൻ വേറെയല്ല, തല്ലല്ലേ. അങ്ങനെ ബാക്ക് ടു ടെൻറ്റ് കയറുന്ന ഉറങ്ങി. ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് പോകണം, അതാണ് ഒരു സീന്. എണീക്കോണെന്ന് അറിയത്തില്ല. അപ്പോൾ ബാക്കി കാഴ്ചകൾ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ കിടക്കാൻ പോകുകയാണ്. ബാക്കി കാഴ്ചകൾ ഇനി നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇതാണ് ഇപ്പോഴത്തെ രാവിലത്തെ. ഇന്ന് രാത്രി ആയതുകൊണ്ട് അങ്ങനെ ഇപ്പോഴത്തെ പുറത്തത്തെ കാഴ്ച അങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഇന്ന് ചുറ്റുമായിട്ടൊക്കെ നടന്നു വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ 20 ക്യാമ്പുണ്ട്. നമ്മൾ താമസിക്കുന്നത് 16, 15, 13, 12 ഇങ്ങനെ നമ്പറിലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു റിവർ ഉണ്ടെന്നാണ് തോന്നുന്നത്. തണുപ്പുണ്ട് കേട്ടോ, നല്ലൊരു വെതറാണ്. മീൻസ് ചെറിയൊരു തണുപ്പ്. നമ്മുടെ നാട്ടിലെ രാവിലെ എണീക്കുമ്പോൾ തണുപ്പില്ല, ആ ഒരു തണുപ്പ് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. വെള്ളമൊക്കെ ക്യാമ്പുണ്ട്, അവിടെയൊക്കെ ക്യാമ്പുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ താഴെ നമ്മൾ ഇറങ്ങി നോക്കാം. അവിടേക്ക് നമ്മളെ ഫ്രണ്ട്സ് താമസിക്കുന്നുണ്ടല്ലോ, നല്ല ഉറക്കത്തിലാണ്. ഞാൻ മാത്രം രാവിലെ എണീക്കാറുള്ളൂ. സ്റ്റെയർ കേസ് ഇറങ്ങി അവിടെ അതും വരെ ചെന്ന് ഒന്ന് നോക്കാം. വെള്ളച്ചാട്ടത്തിനൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പാമ്പ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ സാധാരണ പാമ്പ് കുറവാണ്. നല്ല പച്ചപ്പില്ല. രാത്രി ചെറിയൊരു മഴ ഉണ്ടായതിനാലും കേട്ടോ ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുന്നത്. അടിപൊളി വ്യൂ കേട്ടോ, ഫുള്ള് പച്ച ഫുള്ളായിട്ട്. ഒരു മൂന്നാറിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ്, നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഒരു ഫീലിംഗാണ്. വാ, ഇത് ഭംഗിയല്ലേ കാണാൻ. ഇപ്പോഴത്തെ ഒരു റബ്ബർ തോട്ടം ഒക്കെ കാണുന്നുണ്ട്. റബ്ബർത്തോട്ടാണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട് കേട്ടോ. റബ്ബറല്ല ഏതായാലും, കുറയിൽ റബ്ബറില്ല. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ ഒരു ഫീലിംഗ്.
ഇവിടുത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇത് മാത്രമേ എനിക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയി തോന്നും. കാരണം ഇതിൽ ലേഡീസിന് സെപ്പറേറ്റ് ജെൻസ് സെപ്പറേറ്റ് വാഷ്റൂം ഇല്ല, ജസ്റ്റ് ടോയ്ലറ്റ് സെപ്പറേറ്റ് ഫെസിലിറ്റി മാത്രം. ഇവിടെ കൊറോണയ്ക്ക് മുമ്പ് ജസ്റ്റ് വെള്ളമെല്ലാം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഫോട്ടോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഏരിയ. ലേഡീസിന് ഇപ്പുറ സൈഡ്, ജെൻസിന് അപ്പുറ സൈഡ്. പിന്നെ പിള്ളേർ കളിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ്, കൂടുതലായിട്ടൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ടോയ്ലറ്റ് അത്ര ഒരു എന്താ പറയുക, ഈ ഇതിന് പറ്റിയ ടോയ്ലറ്റ് അല്ല, ജസ്റ്റ് ഒരു കണ്ടെയ്നർ കൊണ്ട് തട്ടിക്കുട്ടി വെച്ച ടോയ്ലറ്റാണ്. അവിടെ ഷവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റൊരു ടോയ്ലറ്റ് ഉണ്ട് ഷവർ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റൊരു ഷവർ സോണുണ്ട്. ഇത്രയൊക്കെ ടെൻറ്റിന്. മുകളിലും ക്യാമ്പ് ഉണ്ട്. ഇവിടെ കുറച്ച് എനിക്കൊന്നൊരു 4-5 ക്യാമ്പൊക്കെ മുകളിൽ ഭാഗത്തായിട്ടാണ്. ഇത് ചെറിയൊരു ക്യാമ്പാണ്. അവിടെ കിടന്ന സ്റ്റൈൽ, നമ്മൾ കിടന്നത് അവിടെ നമ്മളെ ക്യാമ്പ് മുകളിലാണ്. നമ്മളെ ബെഡ് താഴെയാണ് നമുക്ക് സിറ്റിങ് ഇരിക്കുക. ഇപ്പം ഇവിടെ മൊത്തം ഇവിടെ എല്ലാം താഴെ ആണ് കിടക്കുന്നതും ഇരിക്കുന്നതൊക്കെ. കുറച്ച് വീതി കൂടുതലാണ്. ആണ് മുകളിലത്തെ കാഴ്ചകൾ. താഴെ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല അടിപൊളി താഴത്തെ കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മുകളിൽ നിന്നുള്ള കാഴ്ച. അപ്പോൾ നമ്മൾ താമസിച്ചത് ആ എൻഡിലുണ്ടായിരുന്നത്, അവിടെയാണ് നമ്മളെ ക്യാമ്പ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ മൊത്തം കാഴ്ച. ഇനിയിപ്പോൾ നമ്മൾ ടെൻറ്റ് പോയി ഫ്രഷ് ആയതിനു ശേഷം സൗളിലേക്ക് വണ്ടി കയറി പോകണം. കാരണം നമുക്ക് ഉച്ചയ്ക്ക് ജോലിക്ക് കയറാനുള്ളതാണ്. നമ്മൾ ഇന്ന് ഉച്ച വരെ ഉള്ളെടുത്തുള്ളൂ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ജുമാനസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഇപ്പോൾ ജോലിക്ക് പോകണം. ഇപ്പോൾ സമയം എനിക്ക് 7 മണിയായി. നമുക്ക് ഇവിടുന്ന് ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ട്. ചിലപ്പോൾ 2 മണിക്ക് കൂടും, കാരണം ട്രാഫിക്കിന് കൂടുതലാവാൻ ചാൻസാണ്. രാവിലെ ഇപ്പം ട്രാഫിക് കൂടുതലാണ് ഹൈവേയിൽ. ഗൈസ്, നമ്മളപ്പോൾ വിട പറയുകയാണ് ഗൈസ്, അല്ലേ? തിരിച്ചു പോകുമ്പോൾ അതാണ് ഡ്രൈവിങ്. ഇപ്പോൾ എത്ര മണിക്കൂറുണ്ടാ ഇവിടുന്ന്? 1.1 മണിക്കൂർ. മൂന്നാറല്ലേ? 3 മണിക്കൂർ. ഇതൊരു നമ്മളെ ട്രെയിൻ ഉണ്ട്, ബാക്കിൽ കെട്ടിക്കൂടാ. ബിസിയുള്ള സമയത്ത് എടുത്തിട്ട് പോവാ അല്ലേ? ഫുഡ് നമ്മൾ ക്യാബിൻ തന്നെ ആക്കാടാ. ട്രെയിനിൻ്റെ അവിടെ ടയർ ഉണ്ട് കേട്ടോ, അത് ആരും ഊരിക്കൊണ്ടിരുന്നതാ. എന്ത് ഈ ട്രെയിൻ ഇങ്ങനെ ഈടെത്തിയത് ഒരു ഐഡിയ ഇല്ല അല്ലേ? ഇല്ല. നമ്മൾ ഇത് നേരത്തെ അതിലോ കൂട്ടിയിട്ട് വന്നോണ്ട് അല്ലേ? ഓ, ഭയങ്കര വ്യൂ, അടിപൊളി വ്യൂ അല്ലേ? കൺട്രി സൈഡാണ്, കൊറിയയുടെ കൺട്രി സൈഡ്. ഫുള്ള് കൃഷിയും ഫാമെല്ലായിട്ട് താമസിക്കുന്ന ഏരിയയാണ് ഇത്. കാണുന്നുണ്ട് ഗായ്സ്. ആകെ 15 കിലോമീറ്ററിന് 40 മിനിറ്റാണ് ഗായ്സ് കാണിക്കുന്നത്. എന്താ പറയാ ഗായ്സ്, ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഗായ്സ്. ഫുൾ ബ്ലോക്കാണ്. ഇത് എക്സ്പ്രസ് ഹൈവേ. എക്സ്പ്രസ് ഹൈവേയിൽ ബൈക്ക് അലോഡില്ല. എന്നിട്ട് നോക്കും ഫുൾ ബ്ലോക്ക്. ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നതാണ്. നമ്മളെ ഡെസ്റ്റിനേഷൻ എത്ര കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.